എന്താടാ? അല്ല പിന്നെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്, പക്ഷെ ക്യാൻസൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ കാര്യം അറിയാനാ ഞാൻ വന്നത്. എന്നെ കെട്ടാൻ ആളുകൾ ക്യൂവിലുണ്ട്. അത് തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കെങ്ങനെ. നല്ല ചെത്ത് പയ്യന്മാര്, വക്കീലന്മാര്, എഞ്ചിനീയർമാര്, ഡോക്ടർമാര്. അതെ അതെ, ഊളംപാറയിലെ നല്ല ഒന്നാം തരം ഡോക്ടർമാര്. അവരാകുമ്പോ ഇവളുടെ മരുന്ന് മുടങ്ങില്ല. അതാര് വേണം ഞാൻ തീരുമാനിച്ചോളാം. ഓ ഉത്തമ. ഓ എടാ, എന്നെ എന്നും വിളിക്കാറുള്ള പെണ്ണില്ലേ? ഏത് പെണ്ണ്? ഇവൻ ഏത് കണ്ടത്ര ജാനു. ഓടാ അവിടുന്ന്. ജയേട്ടാ, എനിക്ക് ജയേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ജയേട്ടൻ കെട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും എന്ന് പറയുന്ന ആ സുന്ദരി പെണ്ണ്, നമുക്ക് അവളെ അങ്ങ് ഉറപ്പിച്ചാലോ? ഉവ്വ്. ഈ തമാശ ഒന്നും എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ മോന്ത കണ്ടിട്ട് ആര് വിളിക്കാൻ? ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങളാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊക്കെ ഒരു ഒത്ത് കിട്ടല. ഇതുപോലത്തെ ഒരു പെണ്ണിനെ ഇനി ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല. എന്റെ പൊന്നോ, എന്തൊരു ഉഗ്രൻ തറവാട്ട് മഹിമയാണെന്ന് പറഞ്ഞു വരികയായിരുന്നു. പോലീസുകാരുടെ വൃത്തികെട്ട ബുദ്ധിയിലെ തലയ്ക്കത്തുണ്ടാവുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടില്ല, പീഡന കേസിലാ ഒത്തൂട്ടോ. തോന്നിയാസം കാണിച്ചല്ലോ ഞാൻ. അങ്ങോട്ട് കയറാൻ. അമ്മ കയറ്. ഈ സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ ആളുകളെ കുറിച്ചും എന്നെക്കാളും ഞങ്ങൾ ആരെക്കാളും നന്നായിട്ട് അറിയാവുന്നവനല്ലേ നീ? വാക്കത്തേക്ക് മൂർച്ചയുണ്ടോ നോക്കാൻ വഴിയെ പോകുന്നവന്റെ കഴുത്ത് വെട്ടാൻ വരെ മറ്റു ബലം കണ്ടിട്ടോ. നിന്നെയായിരുന്നു അവിടെ വെച്ച് രണ്ടെണ്ണം പൊട്ടിക്കേണ്ടിയിരുന്നു. എന്താ ചെയ്യാ, ഒന്ന് നിർത്ത്. ഇനി അമ്മയുടെ സപ്പോർട്ടും കൂടെ. ഈ കല്യാണത്തിന് തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ, എനിക്കറിയാം എന്ത് വേണമെന്ന്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ താഴ്വാരത്ത് എനിക്ക് പരിചയമുള്ള ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അവിടെ സൂപ്പർവൈസർ. ആഴ്ചയിൽ 1 or 2 ദിവസം വന്നു പോകാം. മനുഷ്യനായിട്ട് ജീവിക്കേ മതി. പോലീസ് സ്റ്റേഷന്റെ തരികടയും അങ്ങാടിയിലെ ജഗപുകയും. ഞാൻ പോവില്ല. എന്താ പറഞ്ഞേ? മുഖത്തോക്കി വർത്താനം പറടാ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ആരുടെ മുഖത്തോക്കി തന്നെ. അവിടെ താഴെ അല്ല എന്റെ മോന്താ, ഇവിടെ. എന്റെ കണ്ണ, നീയെങ്കിലും ഒന്നും മിണ്ടാണ്ടിരിക്കെ. അവൻ കിടന്ന് തുള്ളട്ടെ. എന്റെ അമ്മയെ കുറിച്ചോ എനിക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും പോക്രിത്തരം പറഞ്ഞാൽ ഞാൻ തല്ലും. അതിനെനിക്ക് ഒരു പോലീസിന്റെ പിൻബലവും വേണ്ട. ആ പേരിൽ എന്നെ ആരും നാട് കടത്തും വേണ്ട. നിന്നെ നാട് കടത്തണോ വേണ്ടത് ഞാൻ തീരുമാനിക്കും. നീ പോയിരിക്കും. ഇതെന്താ അമ്മ, ഇത് കാട്ടുപോത്തോ? ഒന്നും പറയരുത്, ഇഷ്ടം കൊണ്ട് പറയണതല്ലേ. എന്തെടുക്കാൻ മനുഷ്യർ ചൊറിയാനും സമ്മതിക്കൂല പണ്ടാറം. മേലുദ്യോഗസ്ഥനെയും കണ്ട് കുറെ നാളത്തേക്കുള്ള ലീവ് എഴുതി കൊടുത്ത് പെണ്ണും കെട്ടി ആടിപ്പാടി കൂടാനുള്ള വരവ് അല്ലേ? തന്റെ കാര്യങ്ങൾ ഇത്ര വിശദമായി അലക്സി എങ്ങനെ അറിയുന്നു എന്നായിരിക്കും. അതെ, തന്റെ കാര്യം. അലക്സി, നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ? പ്രത്യേകിച്ച് ഇവിടെ ഇപ്പൊ ആര് കാണാനാ? ആരെയും കാണിക്കാനല്ല, നമുക്ക് തമ്മിൽ നേരെ ചൊവ്വയൊന്ന് കാണാനാ. നീ എന്റെ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി തല്ലൂലടാ. കൊച്ചന്തുണിയുടെ മോള് ചത്ത പഴങ്കഥ നീ കുത്തിപ്പൊന്തിക്കല്ലടാ. അങ്ങാടിയിലെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നീ എന്നെ ചവിട്ടി കയ്യടി വാങ്ങല്ലടാ.
എന്റെ കർത്താവേ, എടാ നിന്റെ കാലക്കട പുലിമുറ്റത്ത് അലക്സി ഇവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒറ്റ രാത്രി ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സണ്ണിച്ചം പൊള്ളാച്ചി എത്തേണ്ട നേരം നിന്റെ കഴുത്തിന്റെ മേലെ തലയുണ്ടാവില്ല. നാശ നിന്റെ നാശത്തിന്. പുലിമുറ്റത്ത് അലക്സിക്കും സണ്ണിക്കും താല്പര്യമില്ലെങ്കിൽ എനിക്ക് കഴുത്തിന് മുകളിൽ ഈ തല വേണമെന്നില്ല. ചെറിയാൻ ചേട്ടാ, അലക്സി കുഞ്ഞിന് ഈ ബെഡ്റൂം ഒന്ന് തുറന്നു കൊടുക്ക്. ആണുങ്ങൾ ആരെങ്കിലും കുറെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. വൈകിപ്പോയോ എന്നൊരു സംശയം. ഇനി നോക്കണ്ട, കേറി. ചെറിയാൻ ചേട്ടാ, ചെറിയാൻ ചേട്ടാ, ഉത്തമ, ഉത്തമ, എന്താ സാറേ? നീ ഒന്ന് വന്നേ. എന്താ കാര്യം? നീ വാ, പറയാം. കഴിഞ്ഞു. ഉത്തമ, എന്റെ കൈ കൊണ്ട അവൻ. ചെറിയാൻ ചേട്ടാ, സർക്കിൾ ഓഫീസിലോ SP ഓഫീസിലോ വിളിച്ച് പറഞ്ഞു താമസിപ്പിക്കണ്ട. പറഞ്ഞേക്ക്. ഉത്തമ സാർ, സാർ. ഉത്തമ, നേരം പുലരാൻ ഇനി അധികം സമയമില്ല. പുലിമുറ്റത്ത് അലക്സിയ ചത്തത്, സണ്ണി ഇറങ്ങാനുള്ളത്. ജയൻ സാറിന്റെയും നമ്മുടെയൊക്കെ ശവം നുള്ളിപ്പെറുക്കിയെടുക്കേണ്ടി വരും പുല്ലൂരാങ്കുന്നിന്റെ മോളിൽ നിന്ന്. കുട്ടിക്കാലം മുതല് പോലീസുകാരുടെ കൂടെ ജീവിച്ചു കിട്ടിയ ധൈര്യല്ലേ ഇപ്പൊ അതാ വേണ്ടത്. ആ ധൈര്യം മാത്രം. വാ. കൊല്ലാൻ വേണ്ടി ചെയ്തതല്ലല്ലോ. മുകളിലിരിക്കുന്നവന്റെ തീരുമാനം നടന്നു എന്ന് വിചാരിച്ചാ മതി. ചാവണ്ടോ നിന്നെ ചത്തത്. വയറ് കീറി കഴുത്തിലും കാലിലും കല്ല് കെട്ടി ഭൂതത്താൻ കയറ്റിക്കൊണ്ട് താത്തുക. ഞാനും വരാം. വേണ്ട, ഞാനായിക്കോളാം. ജയേട്ടനെ നോക്കിയാ മതി.
തറവാടിത്തം. ഒടുവിൽ ഞാൻ പറഞ്ഞ പോലെ പന്തിയിൽ ഇലയിട്ട് ആളിരുന്ന ശേഷം കണ്ണിക്കണ്ട ഹോട്ടലിലും കുച്ചിരിയിലും ഒക്കെ ചോറും കൂട്ടാനും അന്വേഷിച്ചൊരു ഓട്ടപ്പാച്ചില് പിശിക്കേ. ഈ വെപ്പുകാർക്ക് ഈ മുറുക്കുന്ന ശീലം അത്ര നല്ലതല്ല. വെക്കുമ്പോ ഞാൻ മുറുക്കാറില്ല. മുറുക്കുന്നു പറഞ്ഞാൽ വെക്കാറില്ല. അത് തറവാടിത്തം. ഓ പതുക്കെ പറഞ്ഞാൽ എനിക്ക് ചെവി കേൾക്കാം. അതും തറവാടിത്തം. അപ്പോഴേ ഇനി 2 ദിവസമേ ഉള്ളൂ. സാധനങ്ങൾ ലിസ്റ്റിംഗ് കൊണ്ട് തരിക, അത് കൃത്യമായിട്ട് അങ്ങോട്ട് എത്തിക്കും. പിന്നെ എലിയിട്ടിട്ട് ഓടേണ്ടി വന്ന ഞാൻ ഓടുകയല്ല, തന്നെ ഞാൻ അടിച്ചോടിക്കും. രണ്ടും ഉണ്ടാവില്ല. ഞാൻ വെച്ചാൽ തികഞ്ഞതാ, ബാക്കിയാവുള്ളൂ. അതും വേണ്ട. വില കൂടി അരിയും സാധനങ്ങളാ വാങ്ങിച്ചേരുന്നേ. അത് തറവാടിത്തം. വാചകടിക്കാൽ ജോലി നോക്കണം വെപ്പ. അതും തറവാടിത്തം. ഹലോ ബ്രദേഴ്സ്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇന്ന് കുളിയും ജപമൊന്നുമില്ലേ? ഊണായി. അല്ല, അത് മൂപ്പർക്ക് കല്യാണത്തിന്റെ ഒരു എന്താ പറയാ, ഓ പച്ച മലയാളത്തിൽ കൺഫ്യൂഷൻ എന്ന് പറയും. ആ അത് തന്നെ. കണ്ണ, നീ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നില്ലല്ലോ, ഗൗരിയെ. അവളാ ഇതിന്റെയൊക്കെ ഒരു ആവേശക്കാരി. ഇന്നലെ ഉത്തമേട്ടനെ ഈ വഴിക്ക് കണ്ടില്ല. ഞാൻ നോക്കിയിരുന്നത് ബാക്കി. ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ അവിടെ മതി ഒരുങ്ങിയത്. വാ പോവാ. നിന്റെ കല്യാണം അല്ല അവിടെ. അവന്താ തീ ചവിട്ടിയാ നിക്കുന്നെ. ഞാൻ റെഡി. ഇരുട്ടുന്നതിന് മുമ്പ് ഞാനങ്ങ് എത്തിക്കോളാം.